ഫ്ലാറ്റിലാണ് നമുക്കുള്ളത്. അപ്പോൾ വെൽക്കം ടു സെലിബ്രിറ്റി ഹോം ടൂർ. ഇതിൽ പറ തിരുവോണം ഞാൻ നിങ്ങൾക്ക് എന്ത് നൽകാനാണ്? ഹണി റോസിനെ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നീർക്കിറിയ ഓല കൊട്ടായ സുമ്മാ നടക്കിറിയ തവള കട്ടായ. മമ്മി എനിക്ക് ഈ ഫ്ലാറ്റ് പറ്റി കിട്ടു, ഇതേ പറ്റുള്ളൂ, എനിക്കിത് തന്നെ വേണം, ഇങ്ങനെ പറഞ്ഞിരുന്നോ? ഈ കഥ ഞാൻ പുറകെ കേട്ടിരുന്നു. ഇതൊരു ചെറിയൊരു ചെറിയ വേറെ ഒരു ബാർ യൂണിറ്റ് പോലെ, പക്ഷെ അതിലൊന്നും നമുക്ക് പ്രയോജനമുള്ള സാധനമൊന്നും ഇല്ല. വെറുതെ നമ്മളങ്ങനെ ഒരു സ്റ്റൈൽ അതൊക്കെ വെറുതെ വെച്ചേക്കുന്നതാണ് കാണാൻ പറ്റി. ഡമ്മിയാണ്, ഡമ്മി പീസുകളാണ് അതൊക്കെ. പർദ്ദ ഇടുന്നത് ആളുകളെ പേടിച്ചിട്ടില്ല. എന്റെ എവിടെ പോയി ഇങ്ങനെ വായും പിടിച്ച് നിക്കാം, ആരാളുകളെയൊക്കെ നോക്കാം, ആർക്കും ഒരു പ്രശ്നമില്ല. ഈ ഡൈനിങ് ഏരിയയിൽ ഈ പൂ ഇരിക്കുന്ന കണ്ടോ? ഇത് വളരെ ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് ബാത്റൂമിലിട്ട് ഉണക്കിയെടുത്തതാണ്. എല്ലാ കഥയും ഞാൻ നേരത്തെ അറിഞ്ഞു. സാധാരണ ഫ്ലാറ്റുകളിൽ എവിടെയെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു ഭിത്തി കണ്ടിട്ടുണ്ടോ എന്ന് എന്നോട് പറയണം. ഇതും മകളുടെ സ്റ്റോൺ വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഈ സ്റ്റോൺ കാണുമ്പോൾ ഭയങ്കര ഒരു കംഫർട്ട് ഫീൽ ആണ്. അപ്പൊ ഇനി നമ്മൾ കയറാൻ പോകുന്നത് എന്ന് പറയുന്നത് വളരെ എക്സ്ക്ലൂസീവ് ആയ ഒരു ഏരിയയിലേക്കാണ്. ഏതാണ് ആ ഏരിയ? എന്റെ റൂം. വളരെ മനോഹരമായ ഒരു മുറിയിലേക്ക് സ്വാഗതം. അമ്പോ ഇതെങ്ങനെ ഹണി ഇങ്ങനെ വൃത്തിയാക്കി മെനയാക്കി ഇടാൻ സാധിക്കുന്നത്? ഇതായിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഹൈറ്റ് തന്നെയാണ് ഇത്. ഈ താഴേക്ക് നോക്കിയ ആരെങ്കിലും അങ്ങനെ ഇവിടെ നിന്ന് നോക്കിയ ആളുകൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഈവനിങ് ഒരു നൈറ്റ് ടൈം ഒക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ ഫുൾ ക്രൗഡഡ് ആവും. പിന്നെ പാർട്ടി ബഹളം, അത് വേറൊരു വൈബാണ്. അല്ല, എന്നാലും നമുക്ക് ഉള്ളിനുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ല നമ്മുടെ വീട് ഒരാളെ ഒന്ന് വിളിച്ച് കാണിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ? വിജയ് വരൻ ഒരു കുതിച്ചു പൊങ്ങോ കട്ടില്? എന്തൊരാശ്വാസം. ഇതാ നമ്മൾ കാത്തിരുന്ന രണ്ടാളുകൾ വളരെ കാര്യമായിരുന്ന സിനിമ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മള് ഫ്ലാറ്റ് വാങ്ങിച്ചു, നല്ല നല്ല സിനിമകൾ ചെയ്തു, നമ്മുടെ കൊച്ചിനെ കെട്ടിച്ച് വിടണ്ടേ? ഞാനിപ്പോ ആ വിഷയം വിട്ടു. ഞാൻ ഈ വീട്ടില് സമാധാനമായിട്ട് പോവാ. അമ്മ എന്നോട് എപ്പോഴും പറയണ്ട, ഹണിക്ക് ഇങ്ങനെ സിനിമ എന്ന് പറയണ ഭ്രാന്താണ്, ഭയങ്കര ജീവനാണ്, അത് കഴിഞ്ഞിട്ട് വേറെ എന്തോ ഉള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷെ അതല്ലായിരുന്നെങ്കിലേ, നമ്മൾ ആഗ്രഹിച്ച പോലെ ഒന്നും ഇങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ പ്ലാൻ ബി എന്ന് പറയുന്ന ഒന്നും ഉണ്ടായിരുന്നോ? പക്ഷെ ലൈഫിൽ അങ്ങനെ ഒരു സാധനം ഇല്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. നമ്മൾ വരേണ്ടടുത്ത് നമ്മൾ എത്തും. Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy. ഹലോ എവ്രിവൺ. അപ്പോൾ എല്ലാവരും തിരുവോണത്തിൻ്റെ അന്ന് ഓണസദ്യയൊക്കെ കഴിച്ച് ഇങ്ങനെ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്കിനി ഞാനൊരു വിഷ്വൽ ട്രീറ്റ് തരട്ടെ. കാര്യം സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ നിൽക്കുന്നത് എറണാകുളം മറൈൻ ഡ്രൈവിലുള്ള വളരെ ഗംഭീരമായ ഒരു ഫ്ലാറ്റിലാണ്. ഫ്ലാറ്റിനപ്പുറത്തേക്ക് ഇത് ആരുടെ ഫ്ലാറ്റ് ആണെന്നുള്ളതാണ്. ഹണി റോസിൻ്റെ ഫ്ലാറ്റിലാണ് നമുക്കുള്ളത്. അപ്പോൾ വെൽക്കം ടു സെലിബ്രിറ്റി ഹോം ടൂർ. ഇതിൽ പറ തിരുവോണം ഞാൻ നിങ്ങൾക്ക് എന്ത് നൽകാനാണ്? ഹണി റോസിനെ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഹണി റോസിന്റെ ഹോം ടൂർ ആണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അടിപൊളി ഒരു ഫ്ലാറ്റ്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്, മറൈൻ ഡ്രൈവിൽ ഹൃദയഭാഗത്ത്, എറണാകുളത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു ഗംഭീര ഫ്ലാറ്റ് സ്വന്തമാക്കിയതിന് ഭയങ്കര ആണല്ലേ? ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഫ്ലാറ്റ് എന്ന് ഞാൻ അറിഞ്ഞു. ആഗ്രഹമായിരുന്നു, പക്ഷെ ഇത് പെട്ടെന്ന് സംഭവിച്ചതാണ്. നമ്മൾ അങ്ങനെ ഒരു പക്ക പ്ലാൻ ചെയ്ത് വാങ്ങിച്ചതല്ല. നമ്മുടെ ആലുവയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റിനോവേഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ റെന്റിന് വന്നതാണ്. അങ്ങനെ ഇവിടെ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, പെട്ടെന്ന് വാങ്ങിച്ചു. മമ്മി എനിക്ക് ഈ ഫ്ലാറ്റ് പറ്റി കിട്ടു, ഇതേ പറ്റുള്ളൂ, എനിക്കിത് തന്നെ വേണം, ഇങ്ങനെ പറഞ്ഞിരുന്നോ?
ഈ കഥ ഞാൻ പുറകെ കേട്ടിരുന്നു. പക്ഷെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമായി, അമ്മയ്ക്കും അച്ഛനും ഒക്കെ. അങ്ങനെയാണ് അതിലേക്ക് പെട്ടെന്ന് വന്നത്. ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹണി റോസിന്റെ വീട് തുടങ്ങുന്നത് ഒരു ഈശോയിൽ നിന്നാണ് അല്ലേ? ഈ ഈശോയ്ക്ക് ഒരു കഥയുണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ. ഈശോയുടെ ഡി ലൈഫ് ചെയ്തപ്പോൾ ഈ കുരിശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സുഖമില്ല, കുരിശ് മാത്രം ഉള്ളത് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഈശോയുടെ മുഖം ഞാനിങ്ങനെ തപ്പി. ഇതിങ്ങനെ അല്ലായിരുന്നു ഇരുന്നത്. ഈശോ ഒരു വുഡില് ചെയ്തു വെച്ചേക്കുന്നതായിരുന്നു. അത് കുറെ കട്ട് ചെയ്ത് അങ്ങനെ അവസാനം എനിക്ക് ആഗ്രഹമുള്ള ഒരു ഈശോയെ കിട്ടിയല്ലേ. അങ്ങനെ നമ്മൾ ഈ വീട് തുടങ്ങുകയാണ്. ഇനി നമ്മൾ എങ്ങോട്ടാ പോവാ? ലിവിംഗ് റൂം. ഓക്കെ. ഞങ്ങള് ഇടുക്കിയിലെ വീട് കാണാൻ വന്നപ്പോ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല വളരെ പെട്ടെന്ന് ഇങ്ങനെ എറണാകുളത്ത് തന്നെ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് വാങ്ങുമെന്നുള്ളത്. അന്ന് തൊട്ടേ മനസ്സിലിട്ട് വളർത്തി വളർത്തി വലുതാക്കി മാനിഫെസ്റ്റ് ചെയ്ത ഒരു ഡ്രീമാണോ ഇത്? ചില കാര്യങ്ങൾ നമുക്ക് ലൈഫിലേക്ക് അങ്ങനെ സംഭവിക്കണം എന്നുണ്ടാവും. എനിക്കൊരു ഫ്ലാറ്റ് എറണാകുളത്ത് വേണം എന്നുള്ളത് പെട്ടെന്ന് വന്ന ഒരു ആഗ്രഹമാണ്. ഒത്തിരി കാലയളവ് ഉണ്ടായിരുന്നില്ല അതിന്. ഒരു വർഷമോ ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഇങ്ങനത്തെ ഈ വൈറ്റ് ഒക്കെ നമ്മള് ഫേർണിച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ സോഫ സെറ്റ് ഒക്കെ ആവുമ്പോഴത്തേക്കും അയ്യോ അവിടെ ഇരിക്കല്ലേ, ഇവിടെ ചെളിയാക്കല്ലേ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ ഇത്? എനിക്ക് വീട് ചെയ്ത സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷൻ. കാരണം അത് ഫുൾ വൈറ്റ് വെച്ചേക്കുന്നത് കൊണ്ട് ഒരു കുഞ്ഞ് ചെളിയൊക്കെ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര. ഇതിപ്പോ പിന്നെ നമ്മളിപ്പോ ശീലമായി, നമുക്കൊന്നും ചെയ്യാനില്ല, അതിൽ ചെളി പറ്റിയാൽ പറ്റും. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഈ വീട് ഇത്രയും ഗംഭീരമാക്കി ഇടുന്നതിൽ ഹണി റോസിന്റെ അമ്മയ്ക്ക് വലിയ പങ്കുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു വെക്കണം, പുറകെ ഞാൻ അമ്മയെ കാണിക്കാൻ കേട്ടോ. ഇല്ലേ? സത്യമല്ലേ? അമ്മയ്ക്കാണ് എല്ലാ ക്രെഡിറ്റും, അമ്മയ്ക്കാണ്. നമുക്ക് ഈ വീടൊക്കെ ഒന്ന് കണ്ടാലോ? എന്നെ ഓരോ സൈഡ് തൊട്ട് തുടങ്ങിയാലോ? എവിടെ തൊട്ട് തുടങ്ങണം? അതാണ് എനിക്ക് കൺഫ്യൂഷൻ. എല്ലാം ഏരിയ അടിപൊളിയാണ്. അതുകൊണ്ട് ഇതെന്താ ഇത്? വളരെ ഒരു ഇതെന്താ ഇത്? അത് അതൊരു സാധനം. അതൊരു സാധനം. അതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ വന്നേ പിന്നെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഇന്നത്തേക്ക് ഒന്നും സാധനങ്ങൾ വന്ന് തുടങ്ങിയിട്ടില്ല. ഇല്ല, നമ്മളിപ്പോ ഒരു 1 month ഒക്കെ 2 months അല്ലേ ആയിട്ടുള്ളൂ. ഈ ആർട്ടിഫാക്ട്സ് ഒക്കെ എവിടെ ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ്. ഇത് ഇവിടുന്നൊക്കെ കൊച്ചിനിലൊക്കെ ആയിട്ട് ഇവിടുന്നൊക്കെ കുറച്ച് കളക്ഷൻ. ഞാൻ നിങ്ങളൊരു സാധനം കാണിച്ചിട്ട് ഈ ആളെ ഭയങ്കര ഇഷ്ടമായി ആണല്ലേ. ഈ ആളെ എന്റെ പാവയും മമ്മി തുടയ്ക്കാനൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ആള് ചിലപ്പോ ഒന്ന് താഴെ വീഴും. അതിന് ഇവിടെ വലിയ ബഹളാണെന്നാ ഞാൻ. ഈ ആള് താഴെ വീണാ പിന്നെ തീർന്നു. അമ്മ ഈ തൂക്കൽ എന്റെ മുറിയിലുള്ള പല സാധനങ്ങളും പൊട്ടിച്ചിട്ട് ഞാൻ ചെന്ന് നോക്കും, പിന്നെ അത് അവിടെ കാണില്ല. നമ്മള് ശ്രദ്ധിക്കില്ലല്ലോ ഈ പ്രോഗ്രാം ഒക്കെ ആയിട്ട് നടക്കും. കുറെ നാൾ കഴിയുമ്പോ അവിടെ ഉണ്ടല്ലോ, ഞാനൊന്നും ചെയ്തില്ലല്ലോ, അത് അവിടെ കാണും, നിനക്ക് ഓർമ്മയില്ലാത്തന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെയിന്റിങ്ങുകൾക്കൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ല. ഈ ഇന്റീരിയറിന്റെ ഡി ലൈഫുകാർ തന്നെ സെലക്ട് ചെയ്തതാണ്, എന്നെ കാണിച്ചിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഇതിനെന്ത് എനിക്ക് എന്തെങ്കിലും മീനിങ് ഒക്കെ ഉള്ളത് വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മീനിങ് കൊടുക്കാം. ആണ്, അബ്സ്ട്രാക്ട് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീനിങ് നിങ്ങൾ ഉണ്ടാക്കിയേക്കോ. ഹണി, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പൊ എറണാകുളത്താണ്, മെറൈൻ ഡ്രൈവിലാണ് താമസിക്കുന്നത്. അപ്പൊ ഈ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത് എങ്ങനെയാ? പുറത്തേക്ക് ഇറങ്ങിയ ആള് മുഴുവനോട് കൂടൂല്ലേ? ഒന്നുമില്ല, നമ്മളാരെങ്കിലൊക്കെ വെക്കേണ്ടി വരും. ഒന്നോണ് പറയരുത്. പർദ്ദ ഇട്ട് ഇറങ്ങണതിനോട് മമ്മ പറഞ്ഞു. പർദ്ദ ഇടുന്നത് ആളുകളെ പിടിച്ചിട്ടില്ല. നമുക്ക് കുറച്ചും കൂടി ഈ ലുലു അങ്ങനെയൊക്കെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടാ. എവിടെ പോയി ഇങ്ങനെ വായും പിടിച്ച് നിക്കാം, ആരാളുകളെയൊക്കെ നോക്കാം, ആർക്കും ഒരു പ്രശ്നമില്ല. അതിന് കുറെ സമയം പോകുന്നതുകൊണ്ട് തന്നെ പർദ്ദയാണെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടാണ്. അത് ശരി. ഈ വീട് പണിത് തീർന്നപ്പോഴത്തേക്കും മമ്മ എന്നോട് പറഞ്ഞു, അതായത് ഇനിയിപ്പോ കൊച്ചു തന്നെയല്ലേ ഉള്ളൂ. കൊച്ചു തന്നെയോ? ഞങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾക്ക് വേറെ ആരെങ്കിലും ഒക്കെ കണ്ടുപിടിക്കണ്ടേ? വേഗം കണ്ടുപിടിക്കോ? ഇതെനിക്ക് തെറി വരാനുള്ളത്. എന്നാലും ഞാൻ ചോദിക്കും, വേഗം ആവോ? വീടൊക്കെ ആയില്ലേ, കല്യാണമൊക്കെ വേഗം ആവോ? വന്നതുപോലെ തന്നെ അതും അങ്ങനെ സംഭവിക്കും. അതെ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഇതെന്താണ് ഈ ഒരു ഏരിയ? ഇതൊരു ചെറിയൊരു ഒരു ബാർ യൂണിറ്റ് പോലെ. പക്ഷെ അതിലൊന്നും നമുക്ക് പ്രയോജനമുള്ള സാധനമൊന്നും ഇല്ല. വെറുതെ നമ്മളങ്ങനെ അതൊക്കെ വെറുതെ വെച്ചേക്കുന്നതാണ്. കാണാൻ ഡമ്മിയാണ്, ഡമ്മി പീസുകളാണ് അതൊക്കെ. ഇവിടെ വന്നിരുന്ന അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുന്ന ഈവനിങ്ങുകളുണ്ടോ? അതോ ചായക്ക് കൂടുതലും ബാൽക്കണിയിലാണ്. കാരണം നമ്മൾക്ക് ഇതിങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിലും അവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അപ്പൊ നമ്മൾ നാച്ചുറലി നമ്മൾ അങ്ങോട്ട് പോകും. അതെ അതെ. ഇനി എങ്ങോട്ടാ നമ്മൾ ആദ്യം കയറുക? ഇനി ഡൈനിങ്. ഓക്കെ, ഡൈനിങ്. ഈ ഡൈനിങ് ഏരിയയിൽ ഈ പൂ ഇരിക്കുന്ന കണ്ടോ? അപ്പൊ ഈ പൂക്കളിലേക്ക് വന്നു കഴിഞ്ഞാൽ
ഇത് വളരെ ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് ബാത്റൂമിലിട്ട് ഉണക്കിയെടുത്തതാണ്. എല്ലാ കഥയും ഞാൻ നേരത്തെ അറിഞ്ഞു. ബാത്റൂമിലിട്ട് ഹെയർ സ്പ്രേ അടിച്ച് ഉണക്കിയെടുത്തതാണ്. ഡീറ്റെയിൽസ് എല്ലാം പറയണ്ട, അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയണ്ട, അതൊക്കെ സീക്രട്ട് ആണ്. ഇത് കാരണം ഇത് ഹാങ് ചെയ്തിട്ടിട്ട് വേണം. അപ്പൊ ഇവിടെ ഹാങ് ചെയ്തിടാൻ ഇതിന് വെയിലടിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ കരുതി, അപ്പൊ ആ ബാത്റൂം യൂസ് ചെയ്യുന്നില്ലായിരുന്നു. ഇത്ര 3 പേരല്ലേ ഉള്ളൂ ഞങ്ങള്. അപ്പോ അത് ക്ലോസ് ചെയ്തിട്ടത് കൊണ്ട് അതിൽ കൊണ്ട് ഹാങ് ചെയ്ത് എല്ലാം സക്സസ്ഫുൾ നല്ല ഡ്രൈ ആയി. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭിത്തിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭിത്തി വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഭിത്തിയാണ്. സാധാരണ ഫ്ലാറ്റുകളിൽ എവിടെയെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു ഭിത്തി കണ്ടിട്ടുണ്ടോ എന്ന് എന്നോട് പറയണം. ഇതും മകളുടെ സ്റ്റോൺ വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഈ സ്റ്റോൺ കാണുമ്പോൾ ഭയങ്കര ഒരു കംഫർട്ട് ഫീൽ ആണ്. ഒരു നാച്ചുറൽ സ്റ്റോൺ. റിസോർട്ടുകളിൽ മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളത്. സ്റ്റോൺ നമുക്ക് വലിയ കഷ്ടപ്പാടുള്ള പണിയൊന്നും അല്ല അല്ലേ? പക്ഷെ അമ്മ പറഞ്ഞല്ലോ ഇങ്ങനെയൊക്കെ നല്ല ബുദ്ധിമുട്ടി പാവമോളോ. അവര് ചെയ്തവർക്ക് നല്ല കഷ്ടപ്പാടായിരുന്നു. ഇവിടെ എന്ത് സാധനം വാങ്ങിച്ചിട്ടുണ്ടോ അതെല്ലാം ഞാനും കൂടി പോയി. ആണോ? ഇതിനൊക്കെയുള്ള സമയം കണ്ടെത്തിയല്ലേ? എനിക്ക് ഈ ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ചും നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങള്, ഡ്രസ്സ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കടയിൽ പോയി ഇങ്ങനെ അതെല്ലാം വലിച്ചു വാരിയിട്ട് അത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന് നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓരോ കടയിലും പോയി നോക്കി, അപ്പോഴൊന്നും ഡിസൈഡ് ചെയ്യില്ല. പിന്നെ ഒരാഴ്ച ഒരു പിക്സ് ഒക്കെ എടുത്തു വെച്ച് കുറെ എല്ലാവരുമായിട്ടൊക്കെ നോക്കി അങ്ങനെയൊക്കെയാണ്. ഈ പറയുന്ന ചട്ടികളടക്കം ഇത് നമ്മൾ അത് കഴിഞ്ഞിട്ട് പോയി വാങ്ങിച്ചതാണ്. ആണോ? ഇതൊക്കെ വാങ്ങാനായിട്ട് ആരാ പ്രധാനമായിട്ട് കൂടെ വരുന്നത്? അമ്മയാണോ അച്ഛനോ? അച്ഛൻ എപ്പോഴും ഉണ്ടാവും. ഞാൻ എവിടെ പോയാലും അച്ഛനുണ്ടാവും. അപ്പൊ നമ്മളിനി അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടി എന്താ അടുക്കളയിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുള്ളത്? ഞാനിപ്പം കുറച്ച് ഹെൽത്ത്, ഇപ്പോഴല്ല ഹെൽത്ത് നോക്കുന്നത് കൊണ്ട് ഞാൻ എന്തെങ്കിലും വെജിറ്റബിൾസോ അങ്ങനെ ഉണ്ടാക്കണ്ടല്ലോ. വെജിറ്റബിൾ അങ്ങനെ തന്നെ ഉണ്ടല്ലോ. നമ്മൾ എന്താ പച്ചക്ക് കഴിക്കുന്നുണ്ട്, പക്ഷെ അല്ലാത്തതൊക്കെ നമ്മൾ പുഴുങ്ങിയെടുക്കണം. സ്വന്തമായിട്ടാണോ പുഴുങ്ങുന്നതൊക്കെ? അല്ലെങ്കിൽ എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്. കുക്കിംഗ് ഇഷ്ടമാണ്. എന്താ സ്ഥിരമായിട്ട് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുന്ന ഒരു സാധനം? എനിക്ക് വലിയ കുഴപ്പമില്ലാതെ എല്ലാം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ആണോ? എന്തായാലും ഉണ്ടാക്കിയിട്ടുള്ളതിൽ ഭയങ്കര അച്ഛനും അമ്മയും ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞത് എന്തായിരിക്കും? തോരൻ കറികൾ ഉണ്ടാക്കും, പോർക്ക് ഉണ്ടാക്കും, ബീഫ് അങ്ങനെയൊക്കെ ഉണ്ടാക്കും. ഭയങ്കര സന്തോഷത്തോടെ ഒരു കാര്യം പറയട്ടെ. അതായത് നമ്മൾ പണ്ട് ഇടുക്കിയിലുള്ള വീട്ടിലെ ഹോം ടൂറിന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഹോം ടൂർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു സെലിബ്രിറ്റി ഞങ്ങൾക്കിരുന്ന് ചോറ് വിളമ്പി തന്ന് കഴിക്ക് വീണ കഴിക്ക് ക്യാമറമാനെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹം. നമ്മളെല്ലാവരും വീട്ടിൽ അങ്ങനെയല്ലേ, നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാ. അത് കഴിഞ്ഞിട്ട് എനിക്ക് കഥ പറയണം. അത് കഴിഞ്ഞിട്ട് അന്ന് വന്ന കപ്പ കുറെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വലിയ സ്റ്റീൽ പാത്രത്തില് ആ കപ്പയൊക്കെ അമ്മ പാക്ക് ചെയ്ത് തന്നു വിട്ടിരുന്നു എറണാകുളത്തേക്ക്. അതൊക്കെ ഞങ്ങൾക്ക് ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്രയും സന്തോഷമുള്ള. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് നിർബന്ധമായി പറഞ്ഞിരുന്നു. ഇത് ആക്ച്വലി ഇതായിരുന്നില്ല കിച്ചൺ, ഇതൊരു റൂം ആയിരുന്നു. ഡൈനിങ്, ഇപ്പൊ നമ്മൾ ഡൈനിങ് സെറ്റ് ചെയ്തേക്കുന്ന അവിടെ ആയിരുന്നു കിച്ചൺ. അപ്പൊ നമുക്ക് ഡൈനിങ് ഒരു റൂം വേണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് അതിന് നമ്മള് കിച്ചൺ കംപ്ലീറ്റ് പൊളിച്ചിട്ട് ഈ റൂം കിച്ചൺ ആക്കി മാറ്റി. അങ്ങനെയാണ് നമ്മൾ തൊടുപുഴത്തെ. അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര പ്രൈവസി ഉണ്ട് കേട്ടോ, അല്ലേ? സാധാരണ പ്രൈവസി ഉണ്ട്. പിന്നെ ഈ ഫ്ലാറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലായിടത്തുനിന്നും ഭയങ്കരമായിട്ട് എയർ സർക്കുലേഷൻ ഉണ്ട്. നല്ല വ്യൂ ആണ്. എപ്പോഴും ഇങ്ങനെ കാറ്റ് പോകുന്നുകൊണ്ടേയിരിക്കും. അതിപ്പോ കിച്ചൺ ആയാലും എവിടെ ഏത് റൂമിൽ പോയാലും അവിടത്തൊക്കെ നമുക്ക് ഭയങ്കര ഓപ്പൺ സ്പേസ് ഉണ്ടെന്ന്. അപ്പം അത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. മമ്മിക്ക് ഇവിടെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ? കാരണം വലിയ അടുക്കളയില് ഇത്ര ആർഭാടമായിട്ട് അതിന്റെ ഒരു ചോദിക്കട്ടെ, ആർഭാടമായിട്ട് കുക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. വ്യൂ, പക്ഷേ ഈ വ്യൂലൊക്കെ നമ്മൾ പിന്നെ ഓക്കെയാണ്. ഈ വ്യൂലൊക്കെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുമല്ലേ? അതെ അതെ അതെ. എന്തായാലും ഞാൻ ചെറുതായിട്ട് അമ്മയ്ക്ക് ഇപ്പോഴും തൊടുപുഴ അവിടുത്തെ വെള്ളം വായു ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളത്? അയ്യോ, അത് തുറക്കണോ? എന്തൊക്കെയാ ഉള്ളത് നമുക്ക് നോക്കാം. ഹണി റോസ് എന്തൊക്കെയാ കഴിക്കണേ നമുക്ക് നോക്കാം. നോക്കണ്ട, നല്ല സാധനങ്ങളൊക്കെയാ, നല്ല സാധനങ്ങളൊക്കെയാ. എല്ലാം വലിച്ചു വാരി വെച്ചേക്കാം. എല്ലാം സവോള, തക്കാളി. തൊടുപുഴയിൽ നിന്ന് പാല് തൊട്ട് വെള്ളം തൊട്ട് എല്ലാ സാധനവും ഇപ്പോഴും തൊടുപുഴയിൽ നിന്നാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പൊളിച്ചിങ്ങോട്ട് കൊണ്ടുവരും, തേങ്ങ ചിരണ്ടി കൊണ്ടുവരും. ഓ ഗൈസ്, ഞാൻ പിന്നെ കണി മാറി കഴിഞ്ഞിട്ട് തുറന്ന് കാണിച്ചു തരാം കേട്ടോ.
അതാണ്. അപ്പൊ ഇത് ഫുൾ ഇതിന്റെ അകത്ത് ഇല്ലാത്ത സാധനമൊന്നും കാണൂല. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ അത് തുറന്നു നോക്കിയാൽ മതി. ഓ മൈ ഗോഡ്, കാര്യം എന്തൊക്കെ പറയാലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മ ഭയങ്കര പെർഫെക്റ്റ് ആണല്ലേ. അമ്മയ്ക്ക് തൊടുപുഴയിൽ നിന്നുള്ള പാൽ എവിടെ വേണേലും നമുക്ക് കിട്ടും. പക്ഷെ അവിടുന്ന് ഉള്ള നാടൻ വീട്ടിൽ നിന്ന് കയറുന്ന കൊണ്ടുവരുന്ന പാല് തന്നെ വേണം. പക്ഷെ വെള്ളം അതുകൊണ്ട് എന്താണ് ഒരാഴ്ച വണ്ടി ഇവിടുന്ന് അങ്ങോട്ട് ഫ്ലാറ്റ് വാങ്ങിച്ചതിന്റെ ചെലവ് കൂടാണ്ട് പിന്നെ എല്ലാ ആഴ്ചയും തൊടുപുഴ പോകുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന്റെ ചെലവ്. അപ്പൊ ഇനി നമ്മൾ കയറാൻ പോകുന്നത് എന്ന് പറയുന്നത് വളരെ എക്സ്ക്ലൂസീവ് ആയ ഒരു ഏരിയയിലേക്കാണ്. ഏതാണ് ആ ഏരിയ? എന്റെ റൂം കാണണ്ടേ? വരൂ. ടിങ്കടേ. വളരെ മനോഹരമായ ഒരു മുറിയിലേക്ക് സ്വാഗതം. അമ്പോ, ഇതെങ്ങനെ ഹണി ഇങ്ങനെ വൃത്തിയാക്കി മെനയാക്കി ഇടാൻ പക്ഷെ എന്നാലും നോക്ക് എന്തൊരു ഭംഗിയായിട്ടാണ് മുറി ഇരിക്കുന്നത് നോക്കൂ അല്ലേ. ഈ കളർ തീം ഒക്കെ ആരാ ചൂസ് ചെയ്തേ? ഈ കളർ വേണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് വൈറ്റ് അങ്ങനെ കുറച്ച്, പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാനൊരു ബ്ലാക്ക് കംപ്ലീറ്റ് ബ്ലാക്ക് ആക്കിയാലോന്നൊക്കെ ഉള്ളൊരു ചിലപ്പോ പേടി. ഒരു ബ്ലാക്ക് എന്ന് പറഞ്ഞ കുറച്ച് ഡാർക്ക് ആണല്ലോ, അപ്പൊ അത് ശരിയാവില്ല എന്നുള്ള പല പല തോട്ട്സ് ഒക്കെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോയി. പക്ഷെ ഇത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സത്യം, വളരെ പോസിറ്റീവ്. അവിടെ കുറച്ച് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. അതെന്താ അത്? അത് നാച്ചുറൽ സ്റ്റോൺസിന്റെ ആണ്. ഓ അത് ശരി. ഇവിടെ ഇവിടെ എന്താ ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല, ഇതൊരു കാണുമ്പോ ഒരു ഭംഗിക്ക് വേണ്ടി കൊടുത്തേക്കുന്നതാണ്. ഈ ഫ്ലവർ ഉള്ള ലേഡിയോ? അത് ഹണി റോസ് ആണോ? അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. തല നിറച്ച പൂക്കളുള്ള, തല നിറച്ച പോസിറ്റിവിറ്റി ഉള്ള ആ പെൺകുട്ടി ആരാണ്? എന്നെ പോലെ ഒക്കെ ആണെങ്കിൽ പറയാം. പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തേക്ക് നോക്കിയാലോ, ഈ വാർഡ്രോബിനകത്ത് ഏറ്റവും ഈ ഒന്നും നമ്മളിവിടെ ഇതിനു മുമ്പ് ഈ റൂം ഭയങ്കര വൃത്തികേടായിട്ടാ കിടന്നത്. ആ സാധനം എല്ലാം ഫുൾ പോയേക്കുന്നത് ഇതിന്റെ ഉള്ളിൽ കൂടെ എവിടെയൊക്കെയോ പോയേക്കാണ്. ഇത് തുറന്നാ ചിലപ്പോ ഓക്കെ എങ്കിൽ നമുക്ക് മിററിലേക്ക് വരാം. മിററിൽ എന്തൊക്കെയോ കുറെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ എന്താ അത്യാവശ്യം ഡെയിലി അത്യാവശ്യം സൺസ്ക്രീൻ ഒക്കെയാണ്. ഇത് എനിക്ക് ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ആണ്, അപ്പൊ അതുകൊണ്ട് ഉള്ള സൺസ്ക്രീനും കാര്യങ്ങളും ഒക്കെ. ഇത് വാഷ്റൂം ആണല്ലേ? ഇതാണ് നിങ്ങൾ ഓരോന്ന് പോയി തുറക്കുമ്പോഴേക്കും പേടി എന്താ അവിടെ ഉള്ളത്. നിങ്ങൾക്കൊരു സത്യം അറിയോ ഗൈസ്? അതായത് ഹണി റോസ് എന്ന് പറയുന്നത് ഭയങ്കര പെർഫെക്ഷനിസ്റ്റിന്റെ അങ്ങേ അറ്റമുള്ള ആളാണ്. അതായത് എല്ലാ മൈന്യൂട്ട് കാര്യങ്ങളും വളരെ കൃത്യമായി ശ്രദ്ധിച്ച് ചെയ്യുന്ന വീഡിയോ എടുക്കുമ്പോൾ മാത്രം. ഈ ഒരു ഏരിയയിലെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാറുള്ള നമ്മളൊക്കെ സാധാരണ കിടക്കയിലാണ് സ്പെൻഡ് ചെയ്യാറുള്ളത്. ഹണി അങ്ങനെ തന്നെയാണ്? അതോ കൂടുതലും റൂമിൽ തന്നെയാണ്. ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം, ഈ ഗ്ലാസ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് ബാൽക്കണി നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട്. സത്യം. അതെ, അപ്പോൾ ആ വ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഭയങ്കര രസമാണ്. നമുക്കിവിടെ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് ആ കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാം, എക്സ്പീരിയൻസ് ചെയ്യാം. അത് ഭയങ്കര ഒരു അത് ഈവനിങ്, പ്രത്യേകിച്ചും ഈവനിങ് മോർണിംഗ് ടൈം ഒക്കെ ആകുമ്പോൾ സൂര്യൻ അവിടെയാണ് ഉദിക്കുന്നത്. അപ്പൊ ഇവിടെ നല്ല കാമായിട്ടുള്ള ഷേഡി ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആയിരിക്കും. അപ്പൊ ഭയങ്കര രസമാണ്. രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കുന്ന ആളാണ്? 11. സന്തോഷമായി. കുറച്ച് നേരത്തെ എഴുന്നേറ്റ് നിങ്ങൾ വരുന്നതുകൊണ്ട്. ഈ ഇതിലിട്ട് കണ്ടേക്കണ സ്വന്തം ഇത് ഇതുവരെ ഓൺ ചെയ്തിട്ടില്ല. കണക്ഷൻ ഇതുവരെ നമുക്ക് സമയം കിട്ടിയില്ല ആളെ വിളിക്കാനായിട്ട്. ഇനി ഞങ്ങൾ വരുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ നിറച്ച സാധനങ്ങളാവോ? അവിടെ പക്ഷെ എനിക്ക് അങ്ങനെ വലിച്ചു വാരി വെക്കണം എന്നില്ല. നമ്മൾ കുറെ വെക്കാൻ വേണ്ടി കുറെ സാധനങ്ങൾ അങ്ങനെ വാങ്ങിക്കണം എന്നൊരു ആഗ്രഹമില്ല. നമുക്ക് ഉപയോഗം ഉള്ള സാധനങ്ങൾ, ചിലപ്പോൾ ബുക്സ് ഒക്കെ വരുമായിരിക്കും, അങ്ങനെയൊക്കെ. പുസ്തകം വായിക്കുന്ന ആളാണോ? എല്ലായിടത്തും കുറെ പുസ്തകങ്ങൾ കണ്ടു. എനിക്ക് പുസ്തകം വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പർച്ചേസ് ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അത് അതിന്റെ പേജൊക്കെ ഒന്ന് മറിച്ച് നോക്കിയിട്ട് അതവിടെ വെക്കും. ആണല്ലേ? ദ പവർ ഓഫ് യുവർ സബ്കോൺഷ്യസ് മൈൻഡ്. എന്റെ പൊന്നേ, ഗിഫ്റ്റ് കിട്ടിയതാണ്. ആണോ? അപ്പൊ ആ ബാൽക്കണിയിലേക്ക് പോയി നോക്കാം. ഓക്കെ, ഇതാണ് അങ്ങനെ ഹണി റോസിന്റെ മുറിയിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് കാണുന്നത് നമുക്ക് കാണണ്ടേ? ബാ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് ഈ 16ാമത്തെ നില വേണം അല്ലെങ്കിൽ ഇത്രാമത്തെ നിലയിൽ വേണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. 16 അല്ലെങ്കിൽ കുറച്ചും കൂടി മേലോട്ടാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇതായിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഹൈറ്റ് തന്നെയാണ് ഇത്. ഈ താഴേക്ക് നോക്കിയ ആരെങ്കിലും അങ്ങനെ ഇവിടെ നിന്ന് നോക്കിയ ആളുകൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, നല്ല ദൂരാണ്. പക്ഷെ നമുക്ക് ആളുകളാണെന്ന് അറിയാം. ഈവനിങ് ഒരു നൈറ്റ് ടൈം ഒക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ ഫുൾ ക്രൗഡഡ് ആവും, ഭയങ്കര ക്രൗഡഡ് ആവും. പിന്നെ പാർട്ടി ബഹളം, അത് വേറൊരു വൈബാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ബാൽക്കണി വൈബ്. ഇനി മറ്റ് വൈബുകളിലേക്ക് പോകാം. ബാ. ഈ ബെഡ്റൂമിൽ ഇനി ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സാധനം എന്തെന്നാ ഇതിനകത്തുണ്ടോ?
അങ്ങനെയൊന്നുമില്ല, ഞാൻ തന്നെ. അത് കറക്റ്റ്. ഇതിൽ പരം ഇവിടെ ഉള്ളപ്പോൾ ഞാൻ തന്നെ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഓണത്തിന് എനിക്ക് ഇതിൽ പരം നല്ലൊരു ഗിഫ്റ്റ് അവിടെ കിട്ടാനാണ്. എനിക്ക് ഓക്കെ, അപ്പൊ നമ്മളിനി എങ്ങോട്ടാ പോകുന്നത്? അടുക്കള കഴിഞ്ഞു, ഹണി റോസിന്റെ റൂം കഴിഞ്ഞു, ഹാള് കഴിഞ്ഞു. ഇനി നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ എന്താണ് ഗസ്റ്റ് ബെഡ്റൂം എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു റൂം. ഓക്കെ, ഈ ലൈറ്റുകളും എല്ലാം കാണുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയുണ്ട്. ഇതൊക്കെ എവിടെന്നാ എടുത്തേന്ന് അവരോട് എപ്പോഴെങ്കിലും ചോദിച്ചായിരുന്നോ? ഞാനും കൂടി പോയിട്ടല്ലേ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ സെലക്ട് ചെയ്തേക്കുന്ന എല്ലാം നമ്മളും കൂടി പോയി കണ്ട് പലതവണ കണ്ട് അത് വേണോ ഇത് വേണോ എന്നൊക്കെ നോക്കി അങ്ങനെ കുറെ സമയം എടുത്ത് തന്നെ സെലക്ട് ചെയ്തേക്കുന്നതാണ്. അല്ല, എന്നാലും നമുക്ക് ഉള്ളിനുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ല നമ്മുടെ വീട് ഒരാളെ ഒന്ന് വിളിച്ച് കാണിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ? വിജയ് വരട്ടെ, വിജയുടെ ഫാനാണ്. വിജയ് വരട്ടെ. വിജയ്, ഞാൻ ലാലേട്ടനെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. അദ്ദേഹം ഡെഫിനറ്റ്ലി, അദ്ദേഹത്തിന് ടൈം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻവൈറ്റ് ചെയ്യാം. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കുഞ്ഞു ബാൽക്കണി അല്ലേ? ഏറ്റവും വലിയ ബാൽക്കണി ഹണിയുടെ റൂമിന്റെ ആണോ? ഓക്കെ, ഈ റൂമിനകത്ത് എപ്പോഴെങ്കിലും കിടക്കാറുണ്ടായിരുന്നോ? ഞാൻ ഇത് വാങ്ങിച്ച സമയത്ത് ഇതിന്റെ അകത്താണ്. കാരണം എനിക്ക് അങ്ങനെ ഒത്തിരി വലിയ റൂം വേണ്ട, ഒരു കുറച്ചൊന്ന് ഒരു പ്രൈവസി, ഒരു കുട്ടി റൂം. എനിക്ക് അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു ഓൾമോസ്റ്റ് ഒരു 1 month ഒക്കെ ഇതിന്റെ അകത്ത് തന്നെയായിരുന്നു. ആണ്. ഈ മേക്കപ്പ് ഒക്കെ സ്വന്തമായിട്ടാണോ ഹണി ചെയ്യുന്നത്? ഞാൻ സ്വന്തമായിട്ടാ ചെയ്യാം. ആണോ? എല്ലാം പഠിച്ചോ ഇങ്ങനെ കുറെ കാലം കൊണ്ട്? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വേറൊരാൾ വന്ന് മേക്കപ്പ് ചെയ്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് എന്റെ ജോലിയാ. എനിക്കറിയാവുന്ന, ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് അങ്ങനെ ഓവർ മേക്കപ്പ് വേണ്ട. ഞാൻ ഇപ്പം ഫൗണ്ടേഷൻ അല്ലാതെ ടിൻറ്റഡ് മോയ്സ്ചറൈസർ ആയിരിക്കും യൂസ് ചെയ്യുക. മേക്കപ്പ് ആർട്ടിസ്റ്റ് വരുമ്പോൾ അവരെത്ര നോക്കിയാലും നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി കയറും. ഒരു പ്ലാസ്റ്റിക് എഫക്റ്റ് പെട്ടെന്ന് വരും. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കംഫർട്ടാണ്. ഓക്കെ, കം ലെറ്റ്സ് ഗോ ടു ദ അദർ റൂം. യെസ്. ഓക്കെ, ഇതും ഒരു കുറച്ചുകൂടി ഒരു മറ്റൊരു പ്രൈവറ്റ് ആയിട്ടുള്ള റൂം അല്ലേ? ഈ വീട്ടിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രൈവസി കിട്ടുന്ന റൂമാണ്. ഈ റൂമിലാണ് അച്ഛനും അമ്മയും ഉള്ളത് അല്ലേ? ഓക്കെ, മറ്റേ കുതിച്ചു പൊങ്ങോ കട്ടില്? എന്തൊരാശ്വാസം. ഇതിലും ഒരുപാട് പടങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ പടങ്ങളുടെയൊക്കെ എന്തെങ്കിലും അർത്ഥം ചോദിച്ചായിരുന്നോ? ഇല്ല, ഒരർത്ഥവും ഇല്ല. ഇതിന് കളർ തീമുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ചേക്കുന്നതാണ് അല്ലെ? ഇതിനകത്ത് ഹണി ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ അല്ലെങ്കിൽ ഭാഗം എന്തായിരിക്കും? എനിക്ക് എൻ്റെ റൂം, ഡൈനിങ്, പിന്നെ ബാൽക്കണി, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. ശരിക്കും ഹണി റോസിന്റെ ബ്യൂട്ടി ടിപ്പ് എന്താ? സത്യമായിട്ടും അങ്ങനെ ഒരു ടിപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് വയ്യ. ഹണി റോസിന്റെ അടുത്തേക്ക് മറ്റേ ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, നമ്മൾ എത്ര മേക്കപ്പ് ചെയ്താലും ഇനി മേക്കപ്പ് ആർട്ടിസ്റ്റ് വിളിച്ചാലും ഒരു കാര്യമില്ല. സത്യമാണ്, അത് തള്ളുന്നതാണ്. സത്യം അല്ല. നമുക്ക് അങ്ങനെ ഒരു ടിപ്പൊന്നും ഇല്ല. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആളാ. സ്വീറ്റ്സ് പ്രത്യേകിച്ചും ഡെയിലി എന്ന് പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ എനിക്ക് ഇപ്പം വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടി. ഇപ്പൊ എത്ര വെയിറ്റ് ഉണ്ട്? ഇപ്പം 74 വരെ ഉണ്ടായിരുന്നു ഒരു 2-3 വീക്സിന് മുമ്പ്. ഒരു 71 വരെ കഷ്ടപ്പെട്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പോയത് 58-62 നിന്നാണ് ആ പോക്ക് പോയത്. അതുകൊണ്ട് ഇപ്പൊ എന്താ ഭയങ്കരമായിട്ട് എല്ലാ സ്വീറ്റ്സ് കട്ട് ചെയ്തോ? പക്ഷെ അത് ഭയങ്കര കഷ്ടപ്പാട് പിടിച്ച പരിപാടിയാണ്. സത്യം, എനിക്ക് മനസ്സിലാവൂടാ. എന്നിട്ട് കട്ട് ചെയ്യണം. പിന്നെ ഇന്നും കൂടെ നാളെ തൊട്ടില്ല, ഇത് ഡെയിലി ഇങ്ങനെ ചെയ്യും. അമ്മയാണെങ്കിൽ ഇങ്ങനെ നല്ല നല്ല സാധനങ്ങൾ ഉണ്ടാക്കി തരുകയും ചെയ്യും അല്ലേ? അമ്മ അങ്ങനെ ഭീകര കുക്കിംഗ്. അമ്മയ്ക്ക് ഇപ്പൊ ഇങ്ങനെ കുക്ക് ചെയ്ത് നമ്മൾ അത്രയും നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല. ഈ മധുരത്തോടുള്ള അമ്മ മധുരം അങ്ങനെ കഴിക്കുന്നൊന്നും ഉണ്ടാക്കുന്ന ആളല്ല. ഓക്കെ, ഡൺ. നമുക്കിനി അടുത്തടുത്തേക്ക് പോവാം. ഇവിടെ എന്താ ഇവിടെ ഒരു ബാത്റൂം. ഇത് അച്ഛൻ്റെ അമ്മയുടെയൊക്കെ വാർഡ്രോബ് ആണോ? അതെ. ഈ വാർഡ്രോബിന് അതും വലിച്ചേറിയിട്ടേക്കാണ്. വളരെ നൈസായിട്ട് അതും വലിച്ചേറിയിട്ട് എല്ലാം അങ്ങനെ തന്നെയാണ്. ഇത് അവരുടെ വാഷ്റൂം. ഓക്കെ, വാഷ്റൂമിലേക്ക് എത്തി. ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ ഒരു ഏരിയയും കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നമ്മൾ അപ്പൊ ഇനി എങ്ങോട്ട് പോകും? മെയിൻ ആയിട്ട് നമ്മുടെ ഏരിയയിലേക്ക്. നമുക്ക് ബാൽക്കണി ആണുള്ളത്. അതെ, ഇനി നമ്മുടെ മെയിൻ ഹാളിലുള്ള മെയിൻ ബാൽക്കണി അല്ലേ? ഓക്കെ, ഈ എന്താ പറയാ, ഹണി ഓരോ തവണ കാണുമ്പോഴും ഇല്ലേ, ഹണിയുടെ മുടിയുടെ കളർ ഓരോന്നായിരിക്കും. ഇങ്ങനെ ആദ്യത്തെ തവണ കണ്ടപ്പോ നല്ല ക്ലൈമറ്റിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നു. ഞാൻ നല്ല ബ്ലാക്ക് ആയിരുന്നു.
അത് നമ്മുടെ റേച്ചൽ എന്ന് പറഞ്ഞ മൂവി ചെയ്യുന്ന സമയത്ത് ജെറ്റ് ബ്ലാക്ക് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളപ്പോൾ അത്രയും കറുപ്പ് കണ്ട് 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 മടുത്തിട്ട് ഓറഞ്ച് പോയി അടിച്ചു. ഓറഞ്ച് അല്ല, അതൊരു കോപ്പർ കളറായിരുന്നു. പക്ഷെ അത് വന്നു കഴിയുമ്പോഴത്തേക്കും ലൈറ്റ് ഒക്കെ അടിക്കുമ്പോഴത്തേക്കും തോറ്റു പോകുമായിരുന്നു അത് കണ്ടു കഴിഞ്ഞാൽ. ഞങ്ങൾ ഇനാഗുറേഷൻസിനൊക്കെ കണ്ടിരുന്നു, ട്രോളായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അത് ചെറുതായിട്ട് മാറ്റി. ഓക്കെ, അങ്ങനെ നമ്മൾ ഹോളിലേക്ക് വന്നപ്പോൾ ദാ നമ്മൾ കാത്തിരുന്ന രണ്ടാളുകൾ വളരെ കാര്യമായിരുന്ന സിനിമ. ആന്റി, കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കാണുകയാണ്. എന്നാണ് വിശേഷം? ഞാൻ തരാം, പറഞ്ഞു എന്നാണ് വിശേഷം? സുഖമായി പോകുന്നടാ മോനെ. ആന്റി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ മറ്റേ രക്ഷകർത്താവാകാൻ പോവുകയാണ് അല്പം നേരത്തേക്ക്. നമ്മൾ ഫ്ലാറ്റ് വാങ്ങിച്ചു, നല്ല നല്ല സിനിമകൾ ചെയ്തു, നമ്മുടെ കൊച്ചിനെ കെട്ടിച്ച് വിടണ്ടേ ആന്റി? ഞാനിപ്പോ ആ വിഷയം വിട്ടു. ഞാൻ ഈ വീട്ടില് സമാധാനമായിട്ട് പോവാ. മോള് തന്നെ അതിന്റെ ആളെ കണ്ടെത്തിക്കോളൂ. അപ്പൊ പിന്നെ നമുക്കത് അതാ സമാധാനം. ഈ ഫ്ലാറ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് എന്താ കൂടുതൽ ഹാപ്പിനെസ് കാണാത്ത? ഒരു ഇടുക്കി വീട് മിസ് ചെയ്യുന്നുണ്ടോ? ഭയങ്കരമായിട്ട്. ഞാനല്ല, ഇവർ രണ്ടുപേരും. അമ്മ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അച്ഛൻ വാങ്ങിച്ചത് സന്തോഷമുണ്ടല്ലോ. മോളുടെ സന്തോഷമാണ്, അതാണ് നമുക്ക് പ്രധാനമായ അതിന്റെ. ഞങ്ങളിപ്പോ മൂലമരത്തായാലും ഇവിടെ ആയാലും എവിടെ ആയാലും നമുക്ക് ഞാൻ എവിടെയാണോ അവിടെ ഉണ്ടാവും. ഞങ്ങൾ ഇതിലേക്ക് തിരിച്ചു വരാം. ഞങ്ങൾ ബാൽക്കണി ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങളുടെ നല്ല സന്തോഷം എന്നാണോ? ആയിക്കോട്ടെ, രക്ഷപ്പെട്ടെന്ന്. ഓക്കെ, ഇനിയാണ് നമ്മുടെ ഫ്ലാറ്റിന്റെ ഏറ്റവും മനോഹരമായ ഏരിയയിലേക്ക് പോകാൻ പോകുന്നത്. ഈ ഏരിയ കണ്ടാണ് ഈ ഫ്ലാറ്റ് മതി എന്ന് ഈ മോള് വാശി പിടിച്ചത്, അല്ലേ ഹണിമോളെ? ഓക്കെ, ആ ഹണിമോളുടെ ആ ഏരിയ ആണ് ബാൽക്കണി. കമോൺ, തുറന്നോളൂ. വാവ്, വരൂ വരൂ. ഇത് കണ്ടാൽ ആരും ആഗ്രഹിച്ചു പോകും കേട്ടോ. ഞങ്ങൾ ഹോം ടൂർ എടുക്കുമ്പോൾ എല്ലാവരോടും ചോദിക്കുന്ന, പക്ഷെ ആരും മറുപടി തരാത്ത ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇതിൽ ഞങ്ങൾക്ക് ഹണി റോസ് മറുപടി നൽകുമെന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസത്തിൽ ഞാൻ ചോദിക്കാൻ പോവാണേ. ഈ 16ാമത്തെ നിലയിലുള്ള ഈ ഫ്ലാറ്റിന് എത്ര രൂപയായി? ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ, മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. വേണ്ട, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതെ, ഈ ഉത്തരത്തിന് അതെ, ഇതിന് ഉത്തരം ഇല്ല ഗൈസ്. അങ്ങനെയോ? ഉത്തരവുണ്ട്, ഉത്തരവുണ്ട്, പക്ഷെ ഇവിടെ വേണ്ട. ഓക്കെ, അമ്മ എന്നോട് എപ്പോഴും പറയണ്ട, ഹണിക്ക് ഇങ്ങനെ സിനിമ എന്ന് പറയുന്ന ഭ്രാന്താണ്, ഭയങ്കര ജീവനാണ്, അത് കഴിഞ്ഞിട്ട് വേറെ എന്തോ ഉള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷെ അതല്ലായിരുന്നെങ്കിലേ, നമ്മൾ ആഗ്രഹിച്ച പോലെ ഒന്നും ഇങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ പ്ലാൻ ബി എന്ന് പറയുന്ന ഒന്നും ഉണ്ടായിരുന്നോ? പക്ഷെ ലൈഫിൽ അങ്ങനെ ഒരു സാധനം ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ വരേണ്ടടുത്ത് നമ്മൾ എത്തും. നമ്മൾ പല കാര്യങ്ങളും പറയും, അയ്യോ അങ്ങനെ അങ്ങനെ സംഭവിച്ചില്ലായിരുന്നു, എനിക്ക് ഇങ്ങനെ ചെയ്യായിരുന്നു, അല്ല അത്. പക്ഷെ അത് നമ്മൾ വെറുതെ വേസ്റ്റ് ഓഫ് ടൈം ആണ് ആക്ച്വലി. സിനിമയിൽ വരണമെന്ന് തന്നെയാണ്, അത് സംഭവിച്ചു. അതല്ലായിരുന്നെങ്കിൽ എന്താവും എന്ന് എനിക്കൊരു പിടിയില്ല. പഠിക്കാൻ ഭയങ്കര പിടിക്കായിരുന്നു. അപ്പൊ അച്ഛന്റെ അമ്മയുടെയും കൂടെ ഏറ്റവും പുതിയ ഫ്ലാറ്റിൽ ഏറ്റവും സന്തോഷത്തോടെയുള്ള ആദ്യത്തെ ഓണം അല്ലേ? എല്ലാ സന്തോഷങ്ങളും സ്പെൻഡ് ചെയ്യാൻ പറ്റി, അതും സന്തോഷം. ഞങ്ങൾക്കും വളരെ സന്തോഷം. വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഈ കണ്ടന്റ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ബൈ. Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy.